ഗാന്ധിജിയുടെ നിരാഹാര സമരങ്ങൾ വിജയിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം അപ്പുറത്ത് നിന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ലജ്ജയോടെയാണെങ്കിലും ഈ 21-ാം നൂറ്റാണ്ടില് ഇത് പറയേണ്ടി വരികയാണ്. കഴിഞ്ഞ 20 ദിവസമായി ഡൽഹിയിലെ കത്തുന്ന വെയിലിൽ സ്വന്തം ജീവൻ പണയം വെച്ച് നിരാഹാരം കിടന്ന സോനം വാങ്ചുക്കിനെ അധികാരികൾ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ കണ്ണീരിന് മറുപടി തേടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ആ പത്മശ്രീ ജേതാവ് തെരുവിൽ കിടന്നത്. അവസാനം അദ്ദേഹത്തെ വലിച്ചുവാരി ആശുപത്രിയിലേക്ക് മാറ്റുന്നതുവരെ ഒരൊറ്റ ഭരണാധികാരി പോലും ആ മുഖത്തേക്ക് നോക്കാൻ ചെന്നില്ല. കോടീശ്വരന്മാരുടെ കല്യാണങ്ങൾക്കും വിദേശ യാത്രകൾക്കും സമയമുള്ളവർക്ക് ഈ രാജ്യത്തിന്റെ നട്ടെല്ലായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാൻ സമയമില്ലത്രേ. പക്ഷെ ആ ശബ്ദം അവിടെ തീരുന്നില്ല. വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇന്നലെ മുതൽ CJP നേതാവ് അഭിജിത് ദീപ്കെ ഇതേ ആവശ്യവുമായി നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. സിസ്റ്റം എത്ര അടിച്ചമർത്താൻ നോക്കിയാലും ഈ പ്രതിഷേധം അവസാനിക്കുകയില്ല. ചോദ്യപേപ്പർ ചോരുന്നതും അഴിമതികൾ നടക്കുന്നതും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ ഒരു ഭാവി ഉണ്ടാകില്ല. ഇത് വെറും ഒരു സമരമല്ല, നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഭരണകൂടത്തിന്റെ ഈ ക്രിമിനൽ മൗനത്തിനെതിരെ നമ്മൾ സംസാരിച്ചേ പറ്റൂ. വാങ്ചുക് സാറിന് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ നീതിക്ക് വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ജനങ്ങളുടെ ഈ ശബ്ദം അധികാരികളുടെ ചെവിയിൽ അലർച്ചയായി മാറട്ടെ. അസ്സലാമു അലൈക്കും.